ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ എന്തെല്ലാം ഫലങ്ങളാണ് ആ വ്യക്തിയിൽ ഉണ്ടാവുക എന്നതാണ് ഈ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോവുക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. യോഹന്നാൻ 6:16-8. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായൊരു ബോധ്യം ആ വ്യക്തിക്ക് കിട്ടും. ഇന്നത്തെ ചില മനുഷ്യരുടെ ഒരു പ്രത്യേകത, എത്ര പാപം ചെയ്താലും അത് തെറ്റാണെന്നുള്ള ചിന്തയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് അവർ പാപത്തെ മറച്ചു വെക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ ചെറിയ തെറ്റുകൾ പോലും ദൈവത്തെ വേദനിപ്പിച്ചു എന്നോർത്ത് അനുതപിക്കുന്നവരായിട്ട് നമ്മൾ മാറും. വേഗം അതേറ്റു പറഞ്ഞ് ദൈവത്തെങ്കിലേക്ക് മടങ്ങും. അതുകൊണ്ടാണ് ചില വിശുദ്ധർ ദിവസേന പോലും കുമ്പസാരിച്ചിരുന്നത്. സുഭാഷിതം 28:13 പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അത് പരിത്യജിച്ച് ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. മറ്റൊന്നാണ്, ആ വ്യക്തികളിൽ നീതിബോധമുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത നിലനിർത്തുകയും ദൈവസ്നേഹത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വേദനിക്കുന്നവരോട് കരുണ കാണിക്കുന്ന മനസ്സിന് ഉടമകളായി അവർ മാറുകയും ചെയ്യും. മൂന്നാമത്, ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും അവർ മനസ്സിൽ സൂക്ഷിക്കും. ഈ ലോകത്തിനപ്പുറമുള്ളൊരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യത്തിൽ അവർ കാര്യങ്ങളെ ക്രമപ്പെടുത്തും. ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളിലാണ് ഗലാത്യർ 5:22 പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവുക. അതിപ്രകാരമാണ്: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവ. എല്ലാ ഫലങ്ങളെയും കുറിച്ചും വിശദമായിട്ട് പറയാൻ സമയപരിധി അനുവദിക്കുകയില്ല. ഏതാനും ചില ഫലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ഫലമാണ് സ്നേഹം. എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന് ആഗ്രഹമുണ്ടാവും. എന്നാൽ എല്ലാവരെ കൊണ്ടും സാധിക്കുകയില്ല. റോമർ 5:5 ഇപ്രകാരം പറയുന്നു: നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതായത്, ദൈവസ്നേഹം നിറയുമ്പോൾ മാത്രമേ എല്ലാവരെയും വേർതിരിവില്ലാതെ കണ്ട് സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. മദർ തെരേസയൊക്കെ വേർതിരിവില്ലാതെ കുഷ്ഠരോഗികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചത് ഈ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതിനാലാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ വേർതിരിവില്ലാതെ എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും നമുക്ക് കഴിയും. മറ്റൊന്നാണ് ആനന്ദം എന്നുള്ളത്. നമ്മൾ സന്തോഷം എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. സന്തോഷം നാം എല്ലാവരും തേടുന്നതാണ്. പക്ഷേ ഈ സന്തോഷം എന്നത് ക്ഷണികമാണ്. അത് സാഹചര്യങ്ങളെയും വ്യക്തികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതേതാനും മണിക്കൂർ നേരത്തേക്കോ ദിവസങ്ങളോ മാസങ്ങളോ മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറുമ്പോൾ സന്തോഷം പലപ്പോഴും ഇല്ലാതാകും. എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് ആനന്ദമാണ്. അത് സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അത് നമ്മിൽ നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ചില മനുഷ്യർ എപ്പോഴും ആനന്ദത്തിലും സമാധാനത്തിലും കഴിയുന്നത്. മറ്റൊരു ഫലമാണ് ക്ഷമ. ക്ഷമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ദൈവാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നിർബാധം ക്ഷമിക്കാനായിട്ട് കഴിയും. പുല്ലുവഴിയിലെ റാണി മരിയ എന്ന സിസ്റ്റർ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് ഒരു മത തീവ്രവാദിയാൽ കൊല്ലപ്പെട്ടു. എന്നാൽ പിന്നീട് ആ വ്യക്തിയോട് സിസ്റ്ററിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ക്ഷമിച്ച് സ്വന്തം കുടുംബാംഗത്തെ പോലെ സ്വീകരിക്കുന്നത് നാം പത്രത്തിലൊക്കെ വായിച്ചു. ആ മനുഷ്യൻ പിന്നീട് മാനസാന്തരപ്പെട്ടു. അങ്ങനെയൊക്കെ സാധിക്കണമെങ്കിൽ
ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം തുടങ്ങിയ ഫലങ്ങളൊക്കെ ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന വ്യക്തികളിലാണ് കാണാൻ കഴിയുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.